മനീഷ കൊയ്രാള കാഠ്മണ്ഡുവിൽ നമുക്കറിയാം, നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഹിമാലയത്തിൻ്റെ ആ ഭാഗത്ത് UN കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഹെറിറ്റേജ് സോണായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നും വളർന്നു വന്ന ഒരു അതിസുന്ദരിയായിട്ടുള്ള, ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന അതിസുന്ദരിയായ ഒരു സിനിമാ നടിയാണ്. അവരുടെ ബാല്യകാലം മുതൽ അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവരുടെ അവസ്ഥ വരെയും ഇടയ്ക്ക് അവരെ ബാധിച്ച ടെർമിനൽ സിക്നസ്, അർബുദം, അത് ഗർഭാശയ അർബുദമാണ് അവരെ ബാധിച്ചത്. അപ്പോൾ അവർ ആ ഗർഭാശയ അർബുദം ബാധിച്ച് അതിൽ കൂടെ സഞ്ചരിച്ച അവരുടെ ജീവിതാനുഭവം, അത് ചൈൽഡ്ഹുഡ് മുതൽ, അവരുടെ ബാല്യകാലം മുതലുള്ള ജീവിതം പറയുന്ന ഒരു ബുക്കുണ്ട്. അതാണ് അമരതാരം. അത് ഇംഗ്ലീഷിൽ ഹീൽഡ് എന്ന് പറഞ്ഞിട്ട് നീലം കുമാർ, ബോംബെയിലെ മറ്റൊരു എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയായ നീലം കുമാറും അവരും തന്നെ ഓട്ടോബയോഗ്രഫിക്കലായിട്ട് രചിച്ചതാണ്. അത് ഹീൽഡ് എന്നാണ്. അതിൻ്റെ വിവർത്തനം, അതിൻ്റെ മലയാളത്തിൻ്റെ പരിഭാഷ നടത്തിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ അവർ ക്യാൻസറിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഈ പുസ്തകം അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കണം, പ്രത്യേകിച്ച് മലയാളികളെല്ലാം വായിച്ചിരിക്കണം. കാരണം UN ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 1 മണിക്കൂറിൽ ലോകത്ത് എല്ലായിടത്തും കൂടെ ചേർന്ന് 1 മണിക്കൂറിൽ 10 പേര് ക്യാൻസർ ബാധിതരാകുന്നു, അർബുദ രോഗികളായി മാറുന്നു എന്നുള്ളതാണ് UN WHO കണക്കുകൂട്ടൽ. WHO അത് പറയുമ്പോൾ 10 പേരിൽ 3 പേര് ഇന്ത്യക്കാരാണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുസ്തകം നിർബന്ധമായും വായിച്ചിരിക്കണം. മലയാളികൾ എന്നുള്ളതല്ല, എല്ലാ മനുഷ്യരും, ലോകത്തെ എല്ലാ മനുഷ്യരും ഈ പുസ്തകം, ഹീൽഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകവും മലയാളത്തിൽ അമരതാരവും വായിച്ചിരിക്കണമെന്ന് പറയുന്നു. കാരണം അവരിത് എത്ര സധൈര്യം, അല്ലെങ്കിൽ അവരിത് എങ്ങനെ, ടെർമിനൽ സിക്നസ് എന്ന് ഞാൻ പറഞ്ഞു, അവർക്ക് ക്യാൻസർ വന്നാൽ എത്ര പേരാണ് ജീവിതം രക്ഷപ്പെടുന്നത്? സാധ്യതകൾ വളരെ കുറവാണ്. എല്ലാവർക്കും ഇത്രയും സമ്പന്നയായിട്ടുള്ള ഒരു രാജകുടുംബത്തിൽ നിന്നും ആദ്യത്തെ പ്രധാനമന്ത്രിയും, അപ്പൂപ്പൻ പ്രധാനമന്ത്രിയാകുന്നു, രാജാവെന്നുള്ളതിൽ നിന്നും മാറി അപ്പൂപ്പൻ പ്രധാനമന്ത്രിയാകുന്നു, ജനാധിപത്യ ഭരണം വരുമ്പോഴേക്കും അത് കഴിഞ്ഞ് സ്വന്തം അച്ഛൻ തന്നെ, പിതാവ് തന്നെ പ്രധാനമന്ത്രിയാകുന്നു. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ വരികയും ലോകമറിയപ്പെടുന്ന ഒരു സിനിമാ നടിയായി, ഏറ്റവും സുന്ദരിയായിട്ടുള്ള, ഏഷ്യയിലെ തന്നെ ഏറ്റവും സുന്ദരിയായ ഒരു സിനിമാ നടിയാണ് മനീഷ. അപ്പോൾ അവർ ഈ ടെർമിനൽ സിക്നസ് വന്നപ്പോൾ, ഇത്ര മാരകമായൊരു രോഗം വന്നപ്പോൾ അതിനെ എങ്ങനെ അതിജീവിച്ചു? നമുക്കറിയാം, അവരുടെ സാമ്പത്തിക ശേഷിയും മറ്റുമൊക്കെ വെച്ച് അവർക്ക് അമേരിക്കയിൽ പോയി ചികിത്സ തേടാം എന്നായിരുന്നു. പക്ഷേ അവരുടെ ഇതിനകത്തുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ അവർ ഒരു ദിവസം പോലും നാളെ ഉണരും എന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള യാതനകളിലൂടെ കടന്നുപോയ ഒരു അനുഭവത്തിൻ്റെ പുസ്തകമാണ് ഈ അമരതാരം. ഇതിനകത്ത് വെറും അർബുദ രോഗത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, അവരുടെ ബാല്യകാലം മുതൽ ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഇപ്പോഴത്തെ അവസ്ഥ വരെയുള്ള അവരുടെ കാഠ്മണ്ഡുവിലെയും നേപ്പാളിൻ്റെ ഭൂമിക ഉൾപ്പെടെയുള്ള, മനോഹരമായ ഭൂമിക ഉൾപ്പെടെയുള്ള, നമുക്കൊരു നല്ലൊരു സഞ്ചാരം നടത്തിയാൽ നമ്മളവിടെ പോയി ചെന്ന് കാണുന്നതിനേക്കാൾ അനുഭവവേദ്യമാകുന്ന കാഠ്മണ്ഡുവിൻ്റെയും മറ്റും ഭൂമികയെക്കുറിച്ച് തന്നെ നന്നായിട്ട് ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. അതിലുപരി അവർ ക്യാൻസറിനെ അതിജീവിച്ചു. ഇപ്പോൾ ക്യാൻസറിനെതിരെയുള്ള പ്രൊമോയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ക്യാമ്പയിനുമൊക്കെ അവർ സ്വയം വോളണ്ടിയർ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനീഷ കൊയ്രാളയുടെ ഒരു സിനിമ പോലും ആരും കണ്ടില്ല എന്ന് പറയില്ല. കാരണം എല്ലാ സിനിമകളും തന്നെ അവരുടെ സൗന്ദര്യം കൊണ്ടും അവരുടെ അഭിനയത്തിലുള്ള അവരുടെ ചാതുര്യം കൊണ്ടും തന്നെ എല്ലാ സിനിമകളും മലയാളികളും ഇന്ത്യക്കാരും എല്ലാവരും തന്നെ കണ്ടിരിക്കും. അത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ആയ ഒരു സ്ത്രീക്ക്, ഒരു നടിക്ക് ഇത്തരം ഒരു മാരക രോഗം വന്നാൽ അതെങ്ങനെ അവർ സഹിക്കും എന്നുള്ളതാണ്. നമ്മൾ ഗർഭാശയ അർബുദം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉദരമൊക്കെ വളരെ വലുതായി, ഒരു ഗർഭിണിയേക്കാളും കൂടുതൽ രീതിയിൽ വികൃതമായ രൂപത്തിലേക്ക് വരുന്നു. അതവരെ ട്രോമാറ്റിക് ആകുന്നു, അവർക്ക് മാനസികാഘാതം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ അവർ അതിജീവിച്ചു. അത് കഴിഞ്ഞ് അവരിപ്പോഴും സുന്ദരിയായി തന്നെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പുസ്തകത്തിലൂടെ നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ആർക്ക് എപ്പോഴും എന്ത് സംഭവിക്കും, മരണവും രോഗവും ആർക്കും എപ്പോഴും വരാവുന്നതാണ്. അത് പക്ഷേ എങ്ങനെ നേരിടണം, എങ്ങനെ ആയിരിക്കണം ഒരാൾ
ആരോഗ്യവാനായിരിക്കുമ്പോൾ രോഗാതുരനാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കണം അത് നേരിടേണ്ടത് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാഠമാണ് ഈ അമരതാരം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ മനീഷ കൊയ്രാള ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം. അമരതാരം ഹീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുക്തി, രോഗമുക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിവർത്തനം മാത്രമാണ് ചെയ്യാൻ ആദ്യം നമുക്ക് വരിക. കാരണം ഹീൽഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോൾ ഒരു വിവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് അതൊരു നല്ലൊരു ടൈറ്റിലായിട്ട് മാറും, ഒരു ശീർഷകമാകും എന്ന് തോന്നിയില്ല. അങ്ങനെ പെട്ടെന്ന് അവർ സ്വതസിദ്ധമായിട്ടുള്ള അവരുടെ സിനിമകളും അവരുടെ സൗന്ദര്യവും ഒക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് യാദൃച്ഛികമായി ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ള നിലയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ വന്നൊരു പേരാണ് അമരതാരം. ഈ അമരതാരം എന്ന് പറയുന്ന ഈ പുസ്തകത്തിലേക്ക്, അതായത് ഹീൽഡ് എന്ന് പറയുന്ന പുസ്തകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, വിവർത്തനം ചെയ്യുമ്പോൾ, പരിഭാഷ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ പതിവിലേറെ ഇന്നത്തെ ആരോഗ്യാവസ്ഥയേക്കാൾ വളരെ മെച്ചപ്പെട്ട ആരോഗ്യവാനും മാനസികാവസ്ഥയും ഒക്കെ തന്നെ വളരെ സമ്പുഷ്ടമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനകത്ത് മനീഷ കൊയ്രാള കടന്നുപോയ യാതനകൾ, അവരുടെ നല്ല കാലങ്ങളും ബാല്യകാലവും അവരുടെ സിനിമാ ലോകവും ഒക്കെ തന്നെ അവരിതിനകത്ത് പറയുമ്പോഴും അതൊക്കെ തന്നെ അതായി തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അവർ അനുഭവിച്ച, സത്യസന്ധമായി പറഞ്ഞിരിക്കുന്ന അവരനുഭവിച്ച യാതന, ഈ ഗർഭാശയ അർബുദത്തിൻ്റെ യാതനകൾ, അത് നൽകിയ യാതനകൾ പറഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു പരിഭാഷകൻ എന്നുള്ളതിലുപരി ഞാൻ അതായിട്ട് മാറുക, നമുക്കൊരു എമ്പതി ആകുക, അല്ലെങ്കിൽ സിമ്പതിക്ക് ഉപരി എമ്പതി ആകുക എന്നുള്ളത്, നമ്മൾ അതായി മാറണം. മാറിയില്ലെന്നുണ്ടെങ്കിൽ വിവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഈ പരിഭാഷ ചിലപ്പോൾ അത് ഫലിച്ചില്ല എന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ സത്യസന്ധമായി എനിക്കും അത് ചെയ്യണം. കാരണം അത് എൻ്റെയും തൊഴിലിൻ്റെയും എൻ്റെയും ഈ മേഖലയിലുള്ള മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ വിശ്വാസ്യത, എൻ്റെ കഴിവിൻ്റെ, എൻ്റെ പ്രാഗൽഭ്യത്തിൻ്റെയും കൂടെ ഒരു തെളിവായിട്ട് ഈ പുസ്തകം മാറണം എന്നുള്ളതുകൊണ്ട് ഞാനും അവരുടെ യാതനകളും വേദനകളും ശരിക്കും ഉൾക്കൊണ്ടു. അത് എനിക്ക് മാനസിക ആഘാതം എനിക്കും വ്യക്തിപരമായി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. എനിക്ക് പ്രഷറിന്, ഞാനന്ന് BP-ക്ക് 1 ഗുളിക രാത്രി കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഞാനിപ്പോൾ 2 ഗുളിക കഴിക്കുന്നു. അതിപ്പോൾ സ്ഥിരമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സത്യസന്ധമായ ഒരു കാര്യമാണ് അവരുടെ യാതനകളെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവർ ഇതിനകത്ത് ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. അവരുടെ യാതനകളും അവർക്ക് ഉണ്ടായിരിക്കുന്ന മാനസിക വ്യതയും മാനസികമായിട്ടുള്ള ആഘാതം അതൊക്കെ തന്നെ സത്യസന്ധമായി അവരിത് നല്ല ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വായിക്കുമ്പോൾ ആരുടെയും കണ്ണും ഹൃദയവും അലിയിക്കും എന്നുള്ളതും നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഹീൽഡ് എന്ന് പറയുന്ന പുസ്തകവുമായിട്ട് ലിറ്റററി ഏജൻറ്റ് VC തോമസ് എന്നെ സമീപിച്ചപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഹീൽഡ് എന്ന് പറയുന്ന ആ ശീർഷകം, ആ ടൈറ്റിൽ എന്നെ യഥാർത്ഥത്തിൽ അത്രയധികം ഇമ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തോമസ് എന്നോട് വല്ലാത്ത വിശ്വാസം അർപ്പിച്ചിട്ട് അതുകൊണ്ട് മാത്രം ഞാനിതിന് വിവർത്തനത്തിന് തയ്യാറായതാണ്. അപ്പോൾ ഈ പേര് യഥാർത്ഥത്തിൽ അങ്ങനെ അമരതാരം എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഈ ലിറ്റററി ഏജൻറ്റ് തോമസുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ആ ഒരു മണിക്കൂറത്തെ ഒരു കോഫി ടൈമിൽ വന്ന ഒരു പേരാണ് അമരതാരം. കാരണം അവർ സ്റ്റാർ ഇമ്മോർട്ടൽ, അവർ ഓൾറെഡി ഒരു സ്റ്റാറാണ്, ഫിലിം സ്റ്റാറാണ്. അവർ ഇമ്മോർട്ടാലിറ്റി, അവർ അമരത്വം വരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന് അമരതാരം എന്ന് പറഞ്ഞൊരു ശീർഷകം നൽകാൻ, ടൈറ്റിൽ നൽകാൻ എനിക്ക് പ്രചോദനമായത്.